നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും അറവുശാലകളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ വലിയ വില നൽകി വാങ്ങിയാണ് കൂരാച്ചുണ്ടിലെ 24 പന്നി ഫാമുകളിൽ എത്തിക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ളത്തിലും കോഴിക്കോട് നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലും മാലിന്യം കലർന്നതോടെ നാട്ടുകാർ രാത്രിയിലും പ്രതിഷേധം തുടങ്ങി. തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പാതിരാത്രി പന്നി ഫാമുകളിലേക്ക് മാലിന്യം കടത്തുന്നത് തുടരുന്നു. പന്നി വേസ്റ്റ് ഇടുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്കായിരുന്നു. ആ കിണറ്റിൽ നിന്നുള്ള ഉറവ ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിലേക്ക് വന്നിട്ട് അത് വെറും കക്കൂസ് പോലെ അത്ര കറുത്ത് ഭയങ്കര മണമായിട്ട് അത്ര ഉപയോഗശൂന്യമായി പോയി ആ കുടിവെള്ളം എന്ന് പറയുന്നത്. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടി രാത്രി വണ്ടി തടയാൻ കാത്തിരിക്കുന്ന നാട്ടുകാരെ വെട്ടിച്ചാണ് കടത്ത്. ഞങ്ങൾ കുടിക്കുന്നതിൻ്റെ ബാക്കി ചെന്നെത്തുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലേക്കാണ്, തോടുകളിലൂടെ. അതാണ് കോഴിക്കോട് ഇപ്പോൾ കുടിക്കാൻ പോകുന്ന. കോഴിക്കോട്, ബാലുശ്ശേരി എല്ലാ മേഖലകളിലെല്ലാം കുടിക്കുന്ന 25 ലക്ഷത്തോളം ജനങ്ങൾ കുടിക്കുന്ന ഈ മലിനജലമാണ്. ആരോപണങ്ങളെല്ലാം വ്യക്തിവൈരാഗ്യം തീർക്കലാണെന്ന് അവകാശപ്പെട്ട ഫാം ഉടമകൾ പക്ഷേ ഒന്നിനും ലൈസൻസ് ഇല്ലെന്ന കാര്യം തുറന്നു സമ്മതിച്ചു. നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് തന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് തരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്? എത്ര പേർക്ക് ലൈസൻസ് കിട്ടി നിങ്ങളെ കൂട്ടത്തിൽ? ലൈസൻസ് എന്ന് പറയാൻ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 3-4 പേർക്കോ അനുമതി അനുമതി. രാത്രിയും പകലും എന്ന ഭേദമില്ലാതെ ഈ നാട്ടുകാർ കാവൽ നിൽക്കുന്നത് കുടിവെള്ളം സംരക്ഷിക്കാനാണ്. ഇവരുടെ മാത്രം കുടിവെള്ളമല്ല, നഗരത്തിലെ 25 ലക്ഷം പേരുടെ കുടിവെള്ളവും മാലിന്യത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ പരിശ്രമം. ക്യാമറാമാൻ വിജീഷിനൊപ്പം ശാലിനിദാസ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.